മഹാനായ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക ഫത്ഹിന് വേണ്ടി മദീനയിൽ നിന്ന് പുറപ്പെടുമ്പോൾ തൻ്റെ കൂടെയുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നത് വളരെ കൃത്യമായി, കണിശമായി, വ്യക്തമായി, വ്യാപകമായി അതിൻ്റെ എല്ലാ തലങ്ങളിലും ആഴത്തിൽ പഠനം നടത്തിയിട്ടുള്ള, അങ്ങനെ അതിൽ ദൃഢബോധ്യം വന്നിട്ടുള്ള, ഇസ്ലാമിൻ്റെ മറ്റെല്ലാ മര്യാദകളും മനസ്സിലാക്കിയിട്ടുള്ള കറകളഞ്ഞ മുസ്ലിങ്ങളാണ്. എന്നാൽ മക്ക ഫത്ഹിൻ്റെ ആ ഒരു സമയത്ത്, ആ ഒരു സന്ദർഭത്തിൽ ഇസ്ലാമിലേക്ക് വന്ന ഒരു 4000-ഓളം ആളുകളുണ്ട്. അവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠിക്കാനോ മനസ്സിലാക്കുവാനോ ആലോചിക്കുവാനോ ഉള്ള സമയം കിട്ടിയിട്ടില്ല. അതിനിടയിലാണ് പ്രവാചക തിരുമേനി അവിടെ നിന്ന് ഹുനൈനിലേക്ക് യാത്ര തിരിക്കുന്നത്. ഹുനൈനിലേക്ക് പോകുമ്പോൾ മദീനയിൽ നിന്ന് തൻ്റെ കൂടെ വന്നിട്ടുള്ള 8000-ഓളം കറകളഞ്ഞ മുസ്ലിങ്ങൾ കൂടെയുണ്ട്. മക്കയിൽ നിന്ന് ആ ഒരു സമയത്ത് ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്ന പുതിയ 4000-ഓളം ആളുകൾ അവരുണ്ട്. ഈ യാത്രാമധ്യേ ഈ പുതിയ ടീമിൻ്റെ പ്രതിനിധികൾ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് കൃത്യമായി മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും അവസരം കിട്ടിയിട്ടില്ലാത്ത, ജസ്റ്റ് കടന്നു വന്നിട്ടേ ഉള്ളൂ, അങ്ങനെയുള്ള ആളുകൾ, അവരിൽ ചിലർ പ്രവാചക തിരുമേനിയോട് ചോദിക്കുന്ന ചോദ്യമാണ് നമ്മൾ ഒരുപാട് ആവർത്തി കേട്ട ചരിത്രം. എന്താ അവർ ചോദിക്കുന്നത്? മക്കയിലെ മുശ്രിക്കുകൾക്ക്, അല്ലെങ്കിൽ ഞങ്ങൾ മുശ്രിക്കുകളായിരുന്ന കാലത്ത്, ഇന്നും മുശ്രിക്കുകൾക്ക് ഒരു യുദ്ധത്തിനൊക്കെ ഇറങ്ങുമ്പോൾ ആ യുദ്ധം വിജയിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി തങ്ങളുടെ വാള് ഒന്ന് കൊളുത്തിയെടുക്കാൻ പ്രത്യേകമായിരിക്കുന്ന മരങ്ങളുണ്ട്. എന്നാൽ നമ്മളിപ്പോൾ മുസ്ലിങ്ങളായ സ്ഥിതിക്ക് അവരുപയോഗിക്കുന്ന ആ മരങ്ങൾ സ്വീകരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് മുസ്ലിങ്ങളുടേതായ രൂപത്തിന് ഉപയോഗിക്കാവുന്ന ഒരു മരം വേണം. എന്തിനാ? വാൾ കൊളുത്താൻ. അവർ ചോദിക്കുന്നത് ഇങ്ങനെയാണ്: ഇജ് അലന ദാത്ത് അൻവാദ് കമാ ലഹും ദാത്തു അൻവാദ്. അവർക്ക് വാൾ കൊളുത്താൻ മരമുള്ളതുപോലെ ഞങ്ങൾക്കും ഞങ്ങളുടെ വാളുകൾ കൊളുത്തിയെടുക്കാനൊരു മരം വേണം. ഇത് കേട്ട വളരെ സിമ്പിൾ കാര്യമാണ്. എന്താ ചോദിച്ച മരമാണ്. എന്തിനാണ് ചോദിച്ചത്? വാൾ കൊളുത്താനാണ്. ഒരു വിഗ്രഹത്തെ ചോദിച്ചിട്ടില്ല, ഒരു ഇലാഹിനെ ചോദിച്ചിട്ടില്ല, മനുഷ്യന്മാർ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും സംഗതികൾ ചോദിച്ചിട്ടില്ല, ആരാധനയ്ക്ക് വേണ്ടിയോ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയോ ചോദിച്ചിട്ടില്ല. എന്നിട്ട് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഒരു മരമല്ല ഞാൻ നിശ്ചയിച്ച് തരാൻ, നല്ലൊരു മരം നോക്കിയിട്ട് കുറച്ചധികം കാലം നിലനിൽക്കുന്നൊരു മരമാകുമ്പോൾ കുറച്ച് ബാക്കിയുള്ളതൊക്കെ പറ്റുമല്ലോ എന്ന നിലക്ക് ഒരു മരം നിശ്ചയിച്ചു കൊടുക്കുകയാണോ ചെയ്തത്? അല്ല. വളരെ ഗൗരവത്തോടെ അതിലടങ്ങിയിരിക്കുന്ന അപകടാവസ്ഥ വളരെ കൃത്യമായി, കണിശമായി ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഉദാഹരണ സഹിതം പ്രവാചക തിരുമേനി പറഞ്ഞു: സുബ്ഹാനല്ലാഹ് ഹാദാ കമാ സുഇല മൂസ ഇജ് അലന ഇലാഹൻ കമാ ലഹും ആലിഹ. അള്ളാഹു പരമപരിശുദ്ധനാണ്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഗൗരവം നിങ്ങൾക്കറിയോ? എന്താ ചോദിച്ചത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇതിൻ്റെ ദൂരവ്യാപകമായിരിക്കുന്ന പ്രത്യാഘാതം അറിയോ? എന്താ വിഷയം? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔനിൽ നിന്ന് രക്ഷപ്പെട്ട് ചെങ്കടല കടന്ന് ഇക്കരെത്തി. കൂടെയുള്ള ആളുകൾ, വിശ്വാസികളൊക്കെ ഉണ്ട്. അങ്ങനെ അക്കരെ എത്തിയിരിക്കുന്ന ആളുകൾ, ഒരു വേള അള്ളാഹുവിൻ്റെ കഴിവും പ്രാപ്തിയുമൊക്കെ വളരെ കൃത്യമായി നേർക്കുനേരെ തന്നെ മനസ്സിലാക്കുവാനും അനുഭവിക്കുവാനും സാധിച്ചിരിക്കുന്ന ആളുകൾ, അവരാണ് എന്താവുന്നത്? ആ കടൽ കടന്ന് അക്കരെ എത്തിയപ്പോൾ അവിടെയുള്ള ജനങ്ങൾ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ ഭജനമിരിക്കുന്നു, ഇഴ്ത്തിക്കാഫിരിക്കുന്നു. അത് കണ്ടപ്പോൾ ഇവർ മൂസാ നബിയോട് ചോദിച്ച ചോദ്യമാണെന്ത്? ഇജ് അലന ഇലാഹൻ കമാ ലഹും ആലിഹ. അവർക്ക് ഒരുപാട് ആരാധ്യന്മാരുണ്ട്, വിഗ്രഹങ്ങളുണ്ട്. അതുപോലെ ഒന്ന് ഞങ്ങൾക്കും നിശ്ചയിച്ചു തരണം. എന്തിനാ? ആരാധിക്കാനാണ്, പ്രാർത്ഥിക്കാനാണ്, ഇഴ്ത്തിക്കാഫിരിക്കാനാണ്. അതിന് സമാനമായിരിക്കുന്ന ചോദ്യമാണ് നിങ്ങളിപ്പോൾ ഇവിടെ ചോദിച്ചത് എന്ന് പ്രവാചക തിരുമേനി പറയണമെങ്കിൽ ഇത് രണ്ടും തമ്മിൽ സാമ്യപ്പെടുന്ന മേഖല ഏതാ, വിഷയമേതാ? മൂസാ നബിയുടെ ആ ജനങ്ങൾ ചോദിച്ചത് വിഗ്രഹത്തെ തന്നെയാണ്, നേർക്കുനേരെ വിഗ്രഹത്തെ ചോദിച്ചത്. അത് ശിർക്കാന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ആർക്കും ഉണ്ടാവില്ല.
എന്നാൽ മുഹമ്മദ് നബിയോട് ഈ പുതിയ മുസ്ലിംകൾ ചോദിച്ചതോ മരത്തെയാണ്. മൂസാ നബിയോട് അവർ വിഗ്രഹത്തെ ചോദിച്ച് ആരാധിക്കാനാണ്, പ്രാർത്ഥിക്കാനാണ്, പൂജിക്കാനാണ്. എന്നാൽ മുഹമ്മദ് നബിയോട് ഈ മരത്തെ ചോദിച്ചത് ആരാധിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ പൂജിക്കുവാനോ അല്ല. എന്നിട്ടും എങ്ങനെയാ അതും ഷിർക്കാണ് അല്ലെങ്കിൽ ഇലാഹാക്കലാണ് എന്ന് പ്രവാചക തിരുമേനി പറയുന്നത്? ഈ രണ്ടിൻ്റെ വിഷയം എന്താ? വിഗ്രഹത്തോട് പ്രാർത്ഥിക്കുന്ന ആളുകൾ, പൂജിക്കുന്ന ആളുകൾ അതിൽ നിന്ന് എന്തെങ്കിലും ഗുണമോ ദോഷമോ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ പ്രതീക്ഷ ഏത് വഴിയാണ്? ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത നിഗൂഢമായ അദൃശ്യമായ വഴിയിലൂടെയാണ് ആ ഒരു ഗുണമോ ദോഷമോ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഗുരുവായൂരപ്പനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, ശബരിമലയ്യപ്പനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, യേശുക്രിസ്തുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, കന്യാമറിയത്തെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, നേരത്തെ അവിടെ സൂചിപ്പിച്ച പോലെ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനിയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, ബദരീങ്ങളോട് പ്രാർത്ഥിക്കുന്നവർ, അങ്ങനെ പലരുണ്ട്. ഈ പ്രാർത്ഥനകളൊക്കെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അവർ ആവശ്യപ്പെടുന്ന ഏതെങ്കിലും കാര്യങ്ങൾ ഈ പറയപ്പെട്ടവർ നിവർത്തിച്ചു തരുമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പോലും ആ വിശ്വാസം എങ്ങനെയാണ്? ഗുരുവായൂരപ്പൻ തൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട്, അല്ലെങ്കിൽ ശബരിമലയപ്പൻ പ്രത്യക്ഷപ്പെട്ട്, അതല്ലെങ്കിൽ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെട്ട്, മുഹീദ്ദീൻ ഷേഖ് പ്രത്യക്ഷപ്പെട്ട് നമ്മളിങ്ങനെ നോക്കി നിൽക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തന്ന് തിരിച്ചു പോകും എന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഹൈന്ദവ സഹോദരങ്ങൾ വിശ്വസിക്കുന്നില്ല, ക്രൈസ്തവ സഹോദരങ്ങൾ വിശ്വസിക്കുന്നില്ല, മുസ്ലിം സമൂഹം വിശ്വസിക്കുന്നില്ല. എന്നാൽ ഈ മൂന്ന് വിഭാഗം വിശ്വസിക്കുന്നത് എങ്ങനെയാണ്? നമുക്കറിയാൻ കഴിയാത്ത, നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഏതോ നിഗൂഢമായ അദൃശ്യമായ ഒരു മാർഗത്തിലൂടെ ഇവർ നമ്മളെ സഹായിക്കും, നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരും. ആ വിശ്വാസമാണ് ഈ പറഞ്ഞ എല്ലാ സംഗതികൾക്കുമിടയിലുള്ള ഒരേ ഒരു സാമ്യത. ആ വിശ്വാസമാണ്. ആ വിശ്വാസം തന്നെയാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ പരമാധികാരത്തിൽ പങ്കുചേർക്കുക എന്ന ഷിർക്കായി മാറുന്നത്. ആ ഷിർക്കിലേക്കാണ് ഇവർ ഞങ്ങൾ പോകട്ടെ, അല്ലെങ്കിൽ ഞങ്ങൾക്കതിന് അവസരം ഉണ്ടാക്കി തരണം എന്ന് ചോദിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നത്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് അതിൻ്റെ ഗൗരവത്തോടു കൂടി തന്നെ ആ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തി. ആലോചിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ മരത്തിൽ വാള് കൊളുത്തിയെടുത്താൽ ആ വാളിന് പ്രത്യേകമായിരിക്കുന്ന കരുത്തോ കുരുത്തോ അല്ലെങ്കിൽ ബലമോ എന്തെങ്കിലുമൊക്കെ കിട്ടും. അതുകൊണ്ട് തന്നെ ആ വാള് കൊണ്ട് യുദ്ധം ചെയ്താൽ യുദ്ധം വിജയിക്കും എന്നാണ് വിശ്വാസം. എന്നാൽ ആ കരുത്തും കുരുത്തും ഒക്കെ എവിടെ നിന്ന് കിട്ടുന്ന, എങ്ങനെ കിട്ടുന്ന അതറിയില്ല. തീർത്തും അദൃശ്യമായ മാർഗത്തിലൂടെ. ഇതിനാണ് പച്ചമലയാളത്തിൽ നമ്മൾ പറയുന്ന അറബി പദം ബർക്കത്ത്. ഈ മരത്തിൽ വാള് കൊടുത്തിയെടുത്താൽ അതിനെന്തോ ഒരു പ്രത്യേക ബർക്കത്ത് കിട്ടും. ആ ബർക്കത്ത് കൊണ്ട് നമുക്ക് യുദ്ധത്തിൽ വിജയിക്കാം. ഇതിനെയാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷിർക്കാണ്, ഇലാഹാക്കലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുന്നത്. എൻ്റെ വിഷയം അതല്ല. ഈ ചോദ്യം ചോദിച്ച ആരാ? ഇസ്ലാമിനെ ശരിക്കും പഠിച്ച ആൾക്കാരാണോ? അല്ല. ജാഹിലിയത്ത് കൃത്യമായി മനസ്സിലാക്കുകയും അതിൽ നിന്ന് ഇസ്ലാമിലേക്ക് പഠിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് കടന്നു വരികയും കടന്നു വന്ന ശേഷം അതിൻ്റെ എല്ലാ അടിസ്ഥാനങ്ങളും കൃത്യമായി കണിശമായി ബോധ്യം വരുത്തുകയും ചെയ്തിരിക്കുന്ന ആളുകൾ ഈ ചോദ്യം ചോദിച്ചിട്ടില്ല. പിന്നെ ആരാ ചോദിച്ചത്? പുതിയ ടീം, ഇന്നലെ വന്നവർ, മിനിഞ്ഞാന്ന് വന്നവർ. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അവർക്ക് അവസരം കിട്ടിയിട്ടില്ല. ഇനി ആ അവസരം ഉണ്ടായി വന്നിട്ട് വേണം. ഇനി നമ്മൾ തിരിച്ചു നോക്കാം. നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ലാബിലേക്ക് ഈ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊണ്ടുവരുമ്പോൾ അത് ഏറ്റവും ആദ്യം ചാടിക്കടന്ന് ഏറ്റുപിടിക്കുന്ന ആരാ? അതിൻ്റെ മുമ്പിൽ നിൽക്കുന്നവരാ? അതിൻ്റെ പ്രചാരകരാരാ? അതിനുവേണ്ടി വാദിക്കുന്നവരാരാ? മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് അതിനു മുമ്പുള്ള ജാഹിലിയത്തൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് പഠിച്ചു കടന്നു വന്നിരിക്കുന്ന പാരമ്പര്യമുള്ള ആ നിലക്ക് കാര്യങ്ങൾ അറിയുന്ന ആളുകളാണോ? ഒരിക്കലുമല്ല. പുതിയ തലമുറ, പുതിയ ടീം. ഈ വന്നവർക്ക് പലർക്കും 2002 മുമ്പുള്ള ഇസ്ലാഹി ചരിത്രം പോലും കൃത്യമായിട്ട് അറിയില്ല. എന്നാൽ ഇസ്ലാഹി പ്രസ്ഥാനം ഇവിടെ കടന്നു വരുന്ന 920കളുടെ കഥയോ ഒന്നും അറിയില്ല. അതൊന്നും അറിയാത്തവർ ഇപ്പോൾ കാണുന്ന ഈ പളപളപ്പിലേക്ക് കടന്നു വന്നപ്പോൾ അവർ വിചാരിക്കുന്ന രൂപത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ സാമ്പത്തികമായ സഹായങ്ങളും സൗകര്യങ്ങളുമുണ്ട്, സ്ഥാപനങ്ങളുണ്ട്, അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു അവസ്ഥയിലേക്ക് കടന്നു വന്നവർക്ക് എന്താണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് വച്ചിരിക്കുന്ന ആദർശമെന്നോ, ഇതിൻ്റെ വിശ്വാസ അടിത്തറ എന്താണ് എന്നോ, പ്രമാണങ്ങളുടെ സമീപനം എന്താണ് എന്നോ
മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും സാധിക്കാത്തതുകൊണ്ട് അവരിലേക്ക് ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ കയറി വരികയും അവർ അതിൻ്റെ വക്താക്കളായി, പ്രയോക്താക്കളായി, പ്രചാരകരായി, അതിനുവേണ്ടി വാദിക്കുന്നവരായി അധപ്പതിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇന്നത്തെ വിഷയം. ഞാൻ സൂചിപ്പിച്ചത്, ഇസ്ലാമിക സമൂഹത്തിൽ ഇങ്ങനെയുള്ള അപജയങ്ങൾ, വ്യതിചലനങ്ങൾ, വ്യതിയാനങ്ങൾ എല്ലാ കാലത്തും ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മൂസാ നബിയുടെ കാലത്തുണ്ടായിരിക്കുന്ന അപജയത്തിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞത്, വേറെയും ഉദാഹരണങ്ങളുണ്ടല്ലോ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം തൗറാത്ത് വാങ്ങാൻ വേണ്ടി പോയതാണ്. ഒരു 40 ദിവസം. ആ 40 ദിവസം അവിടെ നിന്ന് മാറി നിൽക്കുമ്പോൾ തൻ്റെ കൂടെയുള്ള സഹോദരനായിരിക്കുന്ന പ്രവാചകൻ ഹാറൂൻ അലൈഹി ഇസ്ലാമിനെ ഇവർക്ക് വേണ്ടി നിയമിച്ച് നിർദ്ദേശം കൊടുത്താൽ പോയത്. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തോട് ചോദിച്ചുകൊണ്ട് ആയിരിക്കണം ചെയ്യേണ്ടത്, ഇദ്ദേഹം പറയുന്ന പോലെ ആയിരിക്കണം നിർവഹിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ പോയത്. വെറും 40 ദിവസം. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു സാധാരണ ഒരു ഹജ്ജിനൊക്കെ പോയിരുന്ന സമയം അത്രേ ഉള്ളൂ. പക്ഷേ ആ ഒരു സമയം കൊണ്ട്, ആ 40 ദിവസം ആകുന്നതിന് മുമ്പ് തന്നെ ഒരു ചങ്ങാതി കുറേ ആഭരണങ്ങളൊക്കെ ഒരുക്കിയെടുത്ത് ഒരു പശുക്കുട്ടിയുടെ രൂപം ഉണ്ടാക്കി, ഒരു പ്രതിമ ഉണ്ടാക്കി, അതിന് ശബ്ദമുണ്ടാക്കാനുള്ള എന്തൊരു സംഗതിയൊക്കെ വെച്ചു കൊടുത്ത് അതുമായിട്ട് സംഭവത്തിലേക്ക് വന്നു. എന്നിട്ട് പറയുന്നത് എന്താ? മൂസ തേടിപ്പോയിരിക്കുന്ന ഇലാഹാണിത്. മൂസ വഴിമാറിപ്പോയതാ. അതുകൊണ്ട് നമുക്കിതിനാരാധിക്കാം എന്ന് പറയുമ്പോൾ എന്തായാലും മൂസാ നബി അലൈഹി സ്വലാം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തിരിച്ചു വരുമല്ലോ. വന്നിട്ട് അദ്ദേഹത്തോടൊന്ന് ചോദിച്ചിട്ട് ഇതങ്ങനെ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തിയിട്ട് നമുക്കാവാലോ. അതല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ഹാറൂൻ അലൈഹി സ്വലാമിനോടെങ്കിലും ഒന്ന് ചോദിക്കാമല്ലോ, എന്നിട്ട് ഉറപ്പുവരുത്തിയിട്ടാണെങ്കിൽ നോക്കാമല്ലോ എന്ന് ചിന്തിക്കാൻ പോലും ആ സമുദായം കാത്തു നിന്നില്ല. അവർ നേരം ചെയ്തു, ആ വിഗ്രഹത്തെ, ആ പശുക്കുട്ടിയുടെ രൂപത്തെ അവർ ആരാധിച്ചു തുടങ്ങുകയാണ്. ഇത് കണ്ടുകൊണ്ടാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചു വരുന്നത്. ബാക്കി കഥ ഞാൻ പറയേണ്ടതില്ല, നമുക്കറിയുന്ന കാര്യങ്ങളിലാണ്. അവസാനം അവരുടെ മനസ്സിൽ നിന്ന് ആ പശുക്കുട്ടിയോടുള്ള ആരാധനാ മനോഭാവം, ആ കയറിക്കൂടിയിരിക്കുന്ന ഷിർക്ക്, അതിനെ പറിച്ചു മാറ്റാൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വളരെയധികം പണിപ്പെടേണ്ടി വന്നു. ഒരു പശുക്കുട്ടി അറക്കാൻ പറയുമ്പോൾ ഉണ്ടായിരിക്കുന്ന പുകിൽ നമുക്കറിയാലോ. അവിടെ പറഞ്ഞ വിഷയം എന്തായിരുന്നു? ജസ്റ്റ് ഒരു പശുക്കുട്ടിനെ അറുത്തിട്ട് അത് വിൽക്കുകയോ അല്ലെങ്കിൽ നാട്ടിലാക്കി വിതരണം ചെയ്യുകയോ അതൊന്നുമല്ല വിഷയം. പിന്നെന്താ? നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട ആരാധനാ മനോഭാവം, ആ വിശ്വാസം, അതിനെ അറുത്തു മാറ്റണം. എന്നാലേ നിങ്ങൾ ശരിയാവുള്ളൂ. ഇതായിരുന്നു വിഷയം. അപ്പോൾ അങ്ങനെ ആ ഒരു സമൂഹം, മൂസാ നബി ജീവിച്ചിരിക്കെ, ഹാറൂൻ നബി ജീവിച്ചിരിക്കെ, അവരുടെ കൺമുമ്പിൽ അവർ നേരത്തെ പ്രഖ്യാപിച്ചിരിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായി പച്ചയായിരിക്കുന്ന ശിർക്ക് കൊണ്ടുവരികയും അതിൻ്റെ വക്താക്കളായി മാറുകയും ചെയ്തുവെങ്കിൽ, മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുന്ന മുമ്പ് പുതിയ മുസ്ലിങ്ങളാണെങ്കിൽ പോലും കുറച്ചാളുകൾ അങ്ങനെയുള്ള വിശ്വാസങ്ങളിലേക്ക് വഴുതിപ്പോകാൻ ശ്രമിച്ചുവെങ്കിൽ, ആ പ്രവാചകരുടെ കാലശേഷം 1400 വർഷങ്ങൾക്കിപ്പുറത്ത് മുസ്ലിം സമൂഹത്തിന് ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ ഒരു തകരാറും ഒരു കുഴപ്പവും ഒരു പാളിച്ചയും ഒരു വ്യതിയാനവും ഒരു വ്യതിചലനവും സംഭവിച്ചിരിക്കില്ല എന്നാണോ വിശ്വസിക്കേണ്ടത്? അതോ നൂറുകണക്കിന് ആയിരക്കണക്കിന് വിഷയങ്ങളിൽ അങ്ങനെ വ്യതിചലനങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണോ വിശ്വസിക്കേണ്ടത്? അത്രേ വിഷയമുള്ളൂ. മുസ്ലിം സമൂഹത്തിനെ പറ്റിയ സംഗതി എന്താ? ഇസ്ലാം കാര്യങ്ങൾ 5 നമ്മൾ എണ്ണിയുണ്ട് അല്ലേ? ആ 5 നമസ്കാരത്തിൽ നമ്മളത്ര പെർഫെക്റ്റ് അല്ല എന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. മുസ്ലിം സമൂഹത്തിലെ ഭൂരിപക്ഷം പ്രത്യേകിച്ചു അത്ര പെർഫെക്റ്റ് അല്ല, പല തകരാറുകളുണ്ട്, അല്ലെങ്കിൽ വേണ്ടത്ര നിർവഹിക്കുന്നില്ല, അങ്ങനെ പല പാളിച്ചകളുണ്ട്. സക്കാത്തിൻ്റെ കാര്യത്തിലോ അതിലും പാളിച്ചകളുണ്ട്, അത് അംഗീകരിക്കും. നോമ്പ്, അതും വേണ്ടത്ര ധാരണയില്ലാത്ത ഒരുപാട് പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. ഹജ്ജിലാണെങ്കിൽ കുഴപ്പങ്ങളേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഇസ്ലാം കാര്യങ്ങൾ 5 പഠിച്ചിട്ട് അതിൽ ആദ്യത്തെ മാറ്റിവെച്ച് പിന്നെയുള്ള 4 കാര്യങ്ങളിലും മുസ്ലിം സമൂഹത്തിന് വീഴ്ചകളുണ്ട്, അതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുകയും അങ്ങനെ തന്നെ അത് മാറ്റിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന പണ്ഡിതന്മാർ പോലും പറയുന്നു എന്ത്? അതിന് ഒന്നാമത്തെ ഷഹാദത്ത് കലിമ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അത് ഒരിക്കൽ അങ്ങ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു തകരാറും സംഭവിക്കൂല, അതിനൊരു കുഴപ്പം വരില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഒരു പാളിച്ച ഉണ്ടാവില്ല. അതുകൊണ്ട് ഞങ്ങളുടെയൊക്കെ വിശ്വാസം വളരെ ക്ലിയറാണ്. ആ ഒരു ബോധത്തോടെ അല്ലെങ്കിൽ ആ ഒരു വാദത്തോടെയാണ്
ഈ മുസ്ലിം സമൂഹത്തിലേക്ക് ഒരുപാട് അന്ധവിശ്വാസങ്ങളെ, ശിർക്ക്പരമായിരിക്കുന്ന വിശ്വാസങ്ങളെ, ആദർശങ്ങളെ ഇസ്ലാമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കാൻ അങ്ങനെയുള്ള ആളുകൾ ശ്രമിച്ചത്. ഇവിടെ നേരത്തെ ഒറ്റത്താണിയൊക്കെ സൂചിപ്പിച്ച പോലെ മരിച്ചുപോയിരിക്കുന്ന ചില മഹാന്മാരൊക്കെ നമ്മുടെ പടച്ചോന്മാരാണ് എന്ന് പറയുന്നിടത്തേക്ക് വരെ എത്തിയല്ലോ സമൂഹം. അങ്ങനെയുള്ള ആ ഇരുട്ടിലൂടെ അതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഈ പ്രശ്നങ്ങളുണ്ട്. അവിടങ്ങളിലൊക്കെ അവരെ ശരിയായ വെളിച്ചം കാണിച്ചു കൊടുക്കുവാനും പ്രമാണബദ്ധമായി യുക്തിഭദ്രമായി ഇസ്ലാമിൻ്റെ രാജപാതയിലേക്ക് നയിക്കുവാനും ഓരോ കാലഘട്ടങ്ങളിലും മുജദ്ദിദുകൾ വന്നിട്ടുണ്ട്, പരിഷ്കർത്താക്കൾ വന്നിട്ടുണ്ട്, നവോത്ഥാന നായകന്മാർ വന്നിട്ടുണ്ട്. എല്ലാ നാട്ടിലും, എല്ലാ ലോകത്തും, എല്ലാ കാലത്തും. അതിൻ്റെ അലയൊലികൾ എന്ന പോലെ തന്നെ കേരളക്കരയിലും ഉണ്ടായിരുന്ന അന്ധവിശ്വാസങ്ങളോട് പൊരുതാൻ തന്നെ അതിനോട് പൊരുതിക്കൊണ്ട് ഇവിടെയും നവോത്ഥാന നായകന്മാർ വന്നിട്ടുണ്ട്. എന്താ വരാൻ കാരണം? എന്തായിരുന്നു കേരളീയ മുസ്ലിങ്ങളുടെ 1920-കളുടെ അതിന് തൊട്ടുമുള്ള അവസ്ഥ? എന്താ ആദർശമെന്ന് പറയാൻ? അന്ധവിശ്വാസങ്ങളല്ലാതെ ഒന്നും കയ്യിലില്ലാത്തവർ. മനസ്സിലായല്ലോ? വെള്ളം ചേർത്തിരിക്കുന്ന, അതുപോലെ ശിർക്ക് കലർന്നിരിക്കുന്ന വിശ്വാസമല്ലാത്തതൊന്നും കൊണ്ടുപോകാനില്ലാത്തവർ. ആചാരങ്ങൾ എന്ന് പറയുന്നത് മുഴുവനും പ്രമാണവിരുദ്ധമായതോ പ്രമാണങ്ങളുടെ പിൻബലമില്ലാത്തോ ആയിരിക്കുന്ന അനാചാരങ്ങൾ മാത്രം. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൂടെ നാട്ടാചാരങ്ങളും അത്യാചാരങ്ങളും ഒക്കെയായി ആകെ നശിച്ച് തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം. എന്താ അവർ നശിക്കാൻ കാരണം? എന്താ തകർന്നു പോകാൻ കാരണം? അടിസ്ഥാനപരമായി ഒന്നാം പ്രമാണമായിരിക്കുന്ന, അല്ലെങ്കിൽ അടിസ്ഥാന പ്രമാണമായിരിക്കുന്ന വിശുദ്ധ ഖുർആനുമായി അവർക്കുള്ള ബന്ധം തന്നെ എന്താ? പരമാവധി പോയാൽ അതിങ്ങനെ പാരായണം ചെയ്യുക, അതിൻ്റെ അപ്പുറത്ത് യാതൊരു ബന്ധമില്ല. അങ്ങനെ മതി എന്ന് പഠിപ്പിക്കാനും പറഞ്ഞു കൊടുക്കുവാനും ഗ്രന്ഥമെഴുതിയിരിക്കുന്ന പണ്ഡിതന്മാർ കഴിഞ്ഞുപോയി. മരിച്ചു പോയിരിക്കുന്ന ഒരു വലിയ പണ്ഡിതൻ എഴുതി വെച്ച പുസ്തകത്തിൻ്റെ പേരെന്താ അറിയോ? തഹദീറുൽ ഇഖ്വാൻ മിൻ തർജുമത്തിൽ ഖുർആൻ. വിശുദ്ധ ഖുർആനെ ഭാഷാന്തരം ചെയ്യുന്നത്, അഥവാ വിവർത്തനം ചെയ്യുന്നതിൽ നിന്ന് വിശ്വാസികളെ അല്ലെങ്കിൽ സഹോദരങ്ങളെ പിന്തിരിപ്പിക്കാൻ, അതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്താൻ വേണ്ടി എഴുതിയിരിക്കുന്ന പുസ്തകമാണ്. ഏത്? വിശുദ്ധ ഖുർആൻ പരിഭാഷപ്പെടുന്ന ഗൗരവതരമായിരിക്കുന്ന കാര്യമാണ്. അതിൽ അദ്ദേഹം എഴുതിയ എന്താ അറിയോ? വിശുദ്ധ ഖുർആനിൻ്റെ അർത്ഥം, ആശയം മനസ്സിലാക്കൽ മുസ്ലിം സമൂഹത്തിന് യാതൊരു ബാധ്യതയില്ല. ഓതൽ നിർബന്ധമുള്ളത്, അതായത് ഓതാൻ പഠിക്കൽ നിർബന്ധമുള്ളത് തന്നെ സൂറത്തുൽ ഫാത്തിഹ മാത്രമാണ്. ഏത്? അർത്ഥമറിയാതെ വെറുതെ അങ്ങനെ ഓതിപ്പോകാൻ അതുപോലും സൂറത്തുൽ ഫാത്തിഹ മാത്രമേ പഠിക്കേണ്ടതുള്ളൂ, അത്ര നിർബന്ധമുള്ളൂ. ആ സൂറത്തുൽ ഫാത്തിഹയുടെ പോലും അർത്ഥം പഠിക്കൽ നിർബന്ധമില്ല, പ്രത്യേക സുന്നത്ത് പോലുമില്ല. എന്ന് പറഞ്ഞാൽ ഈ വിശുദ്ധ ഖുർആനിൽ നിന്ന് എത്ര കാതം അകലെയാണ് മുസ്ലിം സമൂഹം ആ കാലത്തുണ്ടായിരുന്നത് എന്ന് ഈ ഒരൊറ്റ ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അത്രയും അകലത്തിലാണ്. പ്രവാചകരോടുള്ള ബന്ധം എന്താ? പ്രവാചകരോടുള്ള ബന്ധം, പ്രവാചക തിരുമേനി ജീവിച്ച് കാണിച്ചിരിക്കുന്ന മാതൃകയോ മാർഗദർശനമോ സ്വീകരിക്കുക എന്നുള്ളതല്ല. പിന്നെ പ്രവാചകരുടെ മരണദിനത്തിൽ, പ്രവാചകരുടെ മരണദിനത്തിൽ ജന്മദിനം ആഘോഷിക്കുക എന്നുള്ളതാണ് പ്രവാചകരുമായുള്ള ബന്ധം. അത് ഞാൻ ബോധപൂർവ്വം പറഞ്ഞാണ്. എന്താ കാരണം? റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് മരണപ്പെട്ടത് എന്ന് കൃത്യമായി തെളിവുണ്ട്, രേഖയുണ്ട്. അത് ഒരു റബീഉൽ അവ്വൽ മാസം 12 തിങ്കളാഴ്ച തന്നെയാണ്. അതിലാർക്കും അഭിപ്രായത്തില്ല. പക്ഷേ എന്നാ ജനിച്ചതെന്ന് ഉറപ്പില്ല. റബീഉൽ അവ്വൽ 9 അഭിപ്രായമുണ്ട്, 12 അഭിപ്രായമുണ്ട്, 18 അഭിപ്രായമുണ്ട്, റബീഉൽ അവ്വൽ മാസം തന്നെ അല്ലാന്ന അഭിപ്രായമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. എന്നാൽ നല്ല ഉറപ്പുള്ള സംഖ്യ എന്താ? റബീഉൽ അവ്വൽ 12 റസൂൽ മരിച്ചതെന്നല്ല. ആ മരണപ്പെട്ട ദിവസം സ്വഹാബികൾ അത് ഉൾക്കൊള്ളാൻ കഴിയാതെ കലങ്ങിയിരിക്കുന്ന കണ്ണ് മാത്രമല്ല, മനസ്സ്, പ്രവാചകരുടെ വിയോഗം ഉൾക്കൊള്ളാൻ കഴിയാത്ത വിശ്വാസികൾ, അതാണ്. അങ്ങനെയുള്ള ആളുകൾ അതിനടുത്ത കൊല്ലം അതിനെ ഓർക്കാനോ ആചരിക്കാനോ വല്ല പ്രോഗ്രാം വെച്ചിട്ടുണ്ടോ? ഇല്ല. റബീഉൽ അവ്വൽ 12 എന്നുള്ളത് ഏതു സമയത്തും അവരുടെ മനസ്സിൽ ഒരു ഇരുളടഞ്ഞ, അല്ലെ, ദുഃഖത്തിൻ്റെ, സങ്കടത്തിൻ്റെ, പ്രയാസത്തിൻ്റെ കാലമാണ്. ആ സമയത്താണ് നമ്മുടെ സഹോദരന്മാർ ഇവിടെ എന്ത് ചെയ്യുന്നത്? നന്നായിട്ട് അക്കാലത്ത് ഈ ശർക്കര ചേർത്തിരിക്കുന്ന ചോറും ഗോതമ്പിൻ്റെ പായസവും ഇതൊക്കെ ഉണ്ടാക്കി വിളമ്പി ആളുകളെ സൽക്കരിച്ച് അങ്ങനെ മുദ്രാവാക്യം വിളിച്ച് പാട്ടുപാടി ഭയങ്കര ആഘോഷമാണ്. ചണ്ടമുട്ടും കോയലുവിളിയും എല്ലാമുണ്ട്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് പ്രവാചക തിരുമേനിയുമായുള്ള ബന്ധം അതാണ്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ വിശുദ്ധ ഖുർആനും അനുബന്ധമായി പ്രവാചകചര്യയും.
ആ രണ്ടുമായി യാതൊരു ബന്ധവും ഇല്ലാത്തത് കൊണ്ട് തന്നെ, അനിവാര്യമായ ബന്ധങ്ങൾ പോലും ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്വാഭാവികമായി പിന്നെ അവരുടെ പ്രമാണങ്ങൾ എന്താ? കാലയും കീലയുമാണ്. ആരോ പറഞ്ഞു, എവിടുന്നോ കേട്ടു. ആരോ പറഞ്ഞു, എവിടുന്നോ കേട്ടു. ആ മഹാൻ പറഞ്ഞു, ഈ മഹാൻ പറഞ്ഞു. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ മഹാനായിരിക്കുന്ന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ എന്തു പറഞ്ഞു എന്ന് അന്വേഷിക്കുവാനോ മനസ്സിലാക്കുവാനോ ഉൾക്കൊള്ളുവാനോ ശ്രമിക്കാതെ അങ്ങനെ പലരുടെയും പിന്നാലെ ഓടുകയായിരുന്നു. ആ ഓട്ടമാണ് പലതിലേക്കും അവർ വ്യതിചലിപ്പിച്ചത്. മദ്ഹബുകളിലേക്ക്, മൗലിദുകളിലേക്ക്, അങ്ങനെയുള്ള അനാചാരങ്ങളുടെ ഒരു വലിയ വൃത്തത്തിലേക്ക് അവർ നയിച്ചത് അങ്ങനെയാണ്. മാത്രമല്ല, ഇനി ആ കാലത്ത് ആരെങ്കിലുമൊക്കെ വിശുദ്ധ ഖുർആനിൽ നിന്നോ പ്രവാചക അധ്യാപനങ്ങളിൽ നിന്നോ കൃത്യമായൊരു പ്രമാണം ഉദ്ധരിച്ചുകൊണ്ട് ഒരു വിഷയം സംസാരിച്ചാൽ ഈ ആളുകൾ പറയും, എന്താ പറയാ, നിങ്ങളാ പറഞ്ഞിരിക്കുന്ന കാര്യം ഇന്ന പണ്ഡിതന്റെ അഭിപ്രായവുമായി യോജിക്കുന്നുണ്ടോ? മദ്ഹബിന്റെ ഇമാമുമാരായിരിക്കുന്ന ഇപ്പൊ ഇമാം ഷാഫി പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടോ? ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടോ? ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടോ? ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടോ? അങ്ങനെ അങ്ങോട്ട് താഴോട്ടും മേലോട്ടുമായി കുറേ പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരുടെ പേര് പറഞ്ഞ് അവരിൽ ആരെങ്കിലും പറഞ്ഞിരിക്കുന്ന അഭിപ്രായപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളോട് നിങ്ങളീ ഓതി വച്ചിരിക്കുന്ന ഖുർആനും നിങ്ങളീ ചൊല്ലി വച്ചിരിക്കുന്ന പ്രവാചക അധ്യാപനങ്ങളും യോജിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കാം എന്ന് പറഞ്ഞാൽ നേരെ തലകുത്തനെ അവിടെയാണ്. അതുകൊണ്ട് തന്നെ അന്ധവിശ്വാസങ്ങളുടെ കൂത്തരങ്ങായി മുസ്ലിം സമൂഹം മാറി. അവിടേക്ക് ആർക്കും കയറി വരാം, ഖബർ പൂജകർക്ക് കയറി വരാം. ഖബറുകൾ ഇങ്ങനെ പൊക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട നേർച്ചകളും വഴിപാടുകളും ആരാധനകളും പൂജകളും പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുന്ന മുമ്പ് നടത്തിയിരിക്കുന്ന ഒരു ശാപപ്രാർത്ഥനയാണെന്ത്? ലഅനല്ലാഹുൽ യഹൂദ വന്നസ്വാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. യഹൂദികളെയും നസ്വാറാക്കളെയും അള്ളാഹു ശപിക്കട്ടെ. എന്താ കാരണം? അവർ അവരുടെ പ്രവാചകന്മാരുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി. അങ്ങനെ ശപിക്കപ്പെട്ടിരിക്കുന്ന ആ സമൂഹം എന്ത് ചെയ്തു? ആ കാര്യങ്ങൾ ഷിയാക്കൾ ഉപയോഗപ്പെടുത്തിയിട്ട് ഷിയാക്കളിലൂടെ മുസ്ലിം സമൂഹത്തിലേക്ക് കൊണ്ടുവന്നു. ഇന്ന് ഈ പറയുന്ന ആളുകളുടെ ഷിആറുകളായി, ചിഹ്നങ്ങളായി അവരുടെ പല നല്ല കാര്യങ്ങളെന്ന് അവർ വിചാരിക്കുന്ന പലതും തുടങ്ങാനുള്ള കേന്ദ്രമായി മാറിയിരിക്കുന്നത് അങ്ങനെയുള്ള ഖബറുകളാണ്.